കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് മതി എന്ന് പറയും കുട്ടികൾ. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈഡ് റൈസ്, പുലാവ് ഇതുപോലുള്ള റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എള്ളെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ സൈസിലുള്ള പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുക മാത്രമല്ല ഈ ഒരു പൊട്ടറ്റോ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ എള്ളെണ്ണയിലൊക്കെ ഇതുപോലുള്ള റൈസൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വരും തീർച്ചയായിട്ടും ഇതുപോലത്തെ എണ്ണ ഒന്ന് എടുത്ത് നോക്കണേ. അതുപോലെ തന്നെ ഇതാ നമ്മളെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് നമ്മളിത് മൂടി വെക്കാതെയാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആകുമ്പോൾ ഒരു ചെറിയ കളറൊക്കെ ഒന്ന് മാറി വരും. ഈ ഒരു സമയത്ത് നമുക്കിത് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകിട്ടിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്, നല്ല ജീരകമല്ല. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ, ഒരുപാട് ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. അതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് കൂടി പോകണ്ട. ഈ ഒരു എണ്ണേൻ്റെ കളർ തന്നെ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ മാറിയിട്ടുണ്ടാവും കേട്ടോ, നല്ലൊരു കളർ വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അതുപോലെ തന്നെ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പെരുംജീരകം ചേർത്തുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഈ പൊടീൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഈ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈഡ് റൈസും പുലാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് വെന്ത് പോകരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്, അത്രേ വേണ്ടൂ. ബസ്മതി റൈസ് നമ്മൾ നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന കേട്ടോ. അപ്പോൾ അതിൽ കല്ലുപ്പും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഒരു 90% മാത്രമേ കുക്കാവാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തലേന്ന് രാത്രിയൊക്കെ വേവിച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ഇത് ചെയ്തെടുത്താലും മതിയാകും.